ബംഗാളിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഈ കലാപത്തിനിടയിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ളവ നടന്നിട്ടുള്ളതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അങ്ങനെ ആ കലാപം ഒരു ഗൂഢാലോചനയുടെ ഫലമായി ദിവസങ്ങളെടുത്താണോ നടത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതൊരു സർക്കാർ സ്പോൺസേഡ് കലാപമാണെന്ന് BJPയുടെ ആരോപണത്തെ തള്ളിക്കളയാവുന്നതല്ല. അത് BJPയുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ സുവേന്ദു അധികാരി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവിടെ ഹർജി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കേന്ദ്രസേന ഇറങ്ങിയത് പോലും. കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശം കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദാരുണമായ സംഭവം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബംഗാളിലെ കലാപമൊന്നും പൃഥ്വിരാജിനെ പോലെയുള്ളവരോ ഈ എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകരോ ഒന്നും കാണില്ല. അവർ ഗുജറാത്തിലെ കലാപം മാത്രമേ കാണുകയുള്ളൂ. ഗുജറാത്തിൽ നടന്ന തൃശൂലം, ഗർഭിണി, ശൂലം, കുഞ്ഞ്, ഇതൊക്കെ ആണ് അവർ കാണുന്നത്. പക്ഷേ ഈ ബംഗാളിൽ നടന്നത് വളരെ ദാരുണമായ സംഭവങ്ങളാണ്. നോക്കൂ, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ചെയർപേഴ്സൺ കൂടിയായ വിജയ രഹത്കർ അവർ മൂർഷിദാബാദിൽ നടന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അവിടം സന്ദർശിച്ച് സ്ത്രീകളെ നേരിട്ട് കണ്ട് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികൾ അനുസരിച്ചാണെങ്കിൽ അതിക്രൂരമായ ലൈംഗിക പീഡനമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. വലിയ തോതിൽ സ്ത്രീകൾ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇപ്പോൾ നാം ബംഗാളിൽ കാണുന്നത്, അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിനെ പരമാവധി ഒളിപ്പിച്ചു വയ്ക്കുവാനാണ് അവിടെ ശ്രമിക്കുന്നത്. അന്ന് മെഡിക്കൽ കോളേജിൽ ഒരു പീഡനം നടന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ മാധ്യമങ്ങളാണ് പല സംഭവങ്ങളും പുറത്തു വിടുന്നത്. തുടക്കം ഇതിന്റെ എല്ലാം ഈ പ്രതികളെ ഉൾപ്പെടെ പ്രതികളെ ഉൾപ്പെടെ രഹസ്യമായി സൂക്ഷിക്കുവാനാണ് മമതാ സർക്കാർ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഈ കലാപ സമയത്തും അതാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ സ്ത്രീ ഇത്തരം ഇക്കാര്യങ്ങൾ ഒളിപ്പിക്കുന്നത്? അതെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സർക്കാർ സ്പോൺസേഡ് കലാപം എന്നുള്ള ആക്ഷേപത്തെ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മമത എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് വ്യക്തമായ കാരണമുണ്ട്. നോക്കൂ, ഈ മൂർഷിദാബാദ്, മാൾഡ തുടങ്ങിയ ജില്ലകൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന വളരെ അടുത്ത് കിടക്കുന്ന ജില്ലകളാണ്. വലിയ തോതിൽ അവിടേക്ക് ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നുണ്ട്. ബംഗ്ലാദേശികൾ മാത്രമല്ല, ബംഗ്ലാദേശി ക്രിമിനലുകൾ, ആ സ്ത്രീകളും പുരുഷന്മാരും വലിയ തോതിൽ തൊഴിൽ തേടി വരുന്നവരുണ്ട്, ചികിത്സയ്ക്കായി വരുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിനായി വരുന്നവരുണ്ട്. ഒപ്പം ക്രിമിനലുകളും അങ്ങോട്ടേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവിടെ വേലി കെട്ടണം, ഫെൻസിങ് വേണം എന്ന് പറഞ്ഞപ്പോൾ രംഗത്ത് വന്നത്. മുമ്പ് ഇതൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു. ചതുപ്പ് നിലങ്ങളാണ് കൂടുതലും. അവിടുന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ അതിനുള്ള ചില ലൂപ്പ് ഹോൾസുകളുണ്ട്, പഴുതുകളുണ്ട്. ആ പഴുതുകളിലൂടെയാണ് അവർ കയറി വരുന്നത്. അങ്ങനെ കയറി വരുന്ന ആൾക്കാർക്ക് ഇവിടെ വെള്ളവും വളവും കൊടുക്കാൻ ആളുണ്ട്. അവർക്ക് വ്യാജ ID കാർഡ്, വ്യാജ ആധാർ കാർഡ്, വ്യാജ റേഷൻ കാർഡ്, വ്യാജ പൗരത്വം, ഇതെല്ലാം അവർക്ക് കൊടുക്കും. അങ്ങനെ ഇവിടെ അതെല്ലാം നേടുന്നവർ ഈ നാട്ടിൽ ഉണ്ടാക്കി തരുന്ന സൗഭാഗ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂർഷിദാബാദിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി, വീടുകൾ അടിച്ചു തകർത്തു, ആണുങ്ങളെ, പുരുഷന്മാരെ 2 പേരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി വെട്ടിക്കൊന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ. ഇത്തരം സംഭവങ്ങൾക്കിടയിലും അവിടുത്തെ ഭൂരിപക്ഷത്തെയാണ് പലരും വിമർശിക്കുന്നത്. കാരണം അവരുടെ മുന്നിൽ ഒരു വോട്ട് ബാങ്കായി നിന്ന് അവർക്ക് തങ്ങളുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കാം. അവർ സർക്കാരിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തുടർച്ചയായി മമതാ ബാനർജിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പിന്തുണയ്ക്കുന്നത് മമതാ ബാനർജിയാണ്. പിന്നെ എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട ആവശ്യകത എന്തിനെന്നാണ് പലരും ചോദിക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇടപെടാതിരിക്കാനാകില്ല. കാരണം ഇതിന് രാജ്യസുരക്ഷയുമായിട്ട് കൂടി ബന്ധമുണ്ട്. നോക്കൂ, ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശി പൗരന്മാർ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുന്നത് എത്ര നാൾ നമുക്ക് സഹിക്കാൻ കഴിയും? പോട്ടെ, ഈ ഒരു ജില്ലയിൽ മാത്രമാണ് പ്രശ്നമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷേ ഇത് അവിടുന്ന് വ്യാപിക്കുകയാണ്. ഇത് ബംഗാളും കടന്ന്, ബീഹാറും കടന്ന്, UPയും കടന്ന് ഇങ്ങ് ഇന്ത്യ മുഴുവനും ഇവർ വ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശ് വഴിയാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കടന്നു വരുന്നത് എന്നൊരാക്ഷേപവുമുണ്ട്. കാരണം ഈ ബർമയുമായിട്ടും ഒക്കെ നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം നിരവധി റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഡൽഹിയിൽ മാത്രം ഏതാണ്ട് 40,000-ഓളം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ചുണ്ട്. അതിലും എത്രയോ കൂടുതലാണ് അവരുടെ എണ്ണം എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ബംഗാളിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്നത് പോലെ ഇങ്ങനെ കടന്നു കയറുന്നവർ ഇവിടെ ചെയ്ത കൊള്ളരുതായ്മ എന്താണ്? വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി,
വീടുകൾ അടിച്ചു തകർത്തു, സ്ഥാവരജംഗമ വസ്തുക്കളൊക്കെ നശിപ്പിച്ചു, സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ഇതെന്തുകൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല? നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോകുന്നത്? ഈ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിച്ച ചോദ്യം വളരെ ശരിയാണ്. അവർ പറയുന്നുണ്ട്, നിലവിലെ സ്ഥിതിഗതികളെല്ലാം നിരീക്ഷിച്ച് വരികയാണ്, പക്ഷേ ഈ സുതി, ഗൂലിയൻ, ജംഗിപ്പൂർ എന്നിവിടങ്ങൾ, ഈ ജില്ലകളിൽ, ആ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നിരിക്കുന്നത്. ഈ ഗുലിയാന മേഖലയിലെ നിരവധി സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിനിരയായി. ഇത് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പരാതികൾ നേരിട്ട് അവിടെ എത്തിയപ്പോൾ സ്ത്രീകൾ തന്നെ പരാതി പറഞ്ഞതാണ്. ഇനി എത്രയോ പേർ, ഈ അതിക്രമത്തിനിരയായ എത്രയോ പേർ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തിരിക്കുകയാണ്. അവർ തൊട്ടടുത്ത ജില്ലയിലേക്ക് പോയി അവിടുത്തെ സ്കൂളുകളിലും മറ്റുമാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. അഭയാർത്ഥികളായിരിക്കുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഈ സ്ത്രീകളടക്കമുള്ളവർ പലായനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്, അത് വ്യക്തമാക്കുന്നത്. എന്തായാലും വനിതാ കമ്മീഷൻ ഇത് വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. പണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം വലിയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അത് തൃണമൂലിന്റെ ഒരു നേതാവ് തങ്ങളുടെ കേന്ദ്രമാക്കി വെച്ചിരുന്ന ആ സ്ഥലങ്ങളിലാണ് ഇത്തരം നിരന്തര സ്ത്രീകൾ പീഡനത്തിന് ഇരയായത്. അങ്ങനെ ഒരു ബംഗാളിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ വെല്ലുവിളി നേരിടുന്നു. തീർച്ചയായിട്ടും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇന്ന് അവരുടെ ജീവനും അഭിമാനവും സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ബംഗാളിലാണെന്ന് പറയാം. അതിന് കാരണം ഈ അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റമാണ്. അങ്ങനെ നുഴഞ്ഞു കയറുന്നവരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് അവരുടെ ധൈര്യം. അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് മമതാ സർക്കാർ കൊടുത്തിരിക്കുകയാണ്. അവിടെയുള്ള ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഈ ബംഗാളിലെ തദ്ദേശീയരായ ബംഗാളികളെ, പ്രത്യേകിച്ചും ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ ഇല്ലാത്ത മമതാ സർക്കാരിനെതിരെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ബംഗാളികളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവാണ് കഴിഞ്ഞ ദിവസം CPM-ലെ 2 പേർ, ഒരു അച്ഛനും മകനും കൊല്ലപ്പെട്ടത്. ചന്ദൻ ദാസിൻ്റെ പിതാവും കൊല്ലപ്പെട്ടു. വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് ഇറക്കി വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇനി മരിച്ച മൂന്നാമൻ ആരാണെന്ന് അറിയണ്ടേ? ഇജാസ് അഹമ്മദ്. അയാൾ മരിച്ചത് ആക്രമണത്തിലൊന്നുമല്ല, പോലീസ് വെടിവെപ്പിലാണ്. പോലീസിനെ ഒരു വലിയ ജനക്കൂട്ടം ആക്രമിച്ചു. അവരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു, ലാത്തിചാർജ് നടത്തി, ഒരു രക്ഷയുമില്ല. അവസാനം ആകാശത്തേക്ക് വെടിവെച്ചു. എന്നിട്ടും നിവർത്തിയില്ല. മോബിന് നേരെ, ആ ആൾക്കൂട്ടത്തിന് നേരെ ഒടുവിൽ വെടിവെക്കേണ്ടി വന്നു. ആ വെടിവെപ്പിലാണ് ഇജാസ് അഹമ്മദ് കൊല്ലപ്പെട്ടത്. ഈ ഇജാസ് അഹമ്മദ് ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഇത്രയും ദാരുണമായ സംഭവങ്ങളാണ് ബംഗാളിൽ നടന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കുറേയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ അടക്കമുള്ള മാധ്യമങ്ങൾ, ദക്ഷിണേന്ത്യയിലൊന്നും ഇതിൻ്റെ യാതൊരു വാർത്തകളും യാതൊരു സൂചനകളും ആർക്കും ലഭിച്ചിട്ടില്ല. ഇവിടെ ഇതെല്ലാം മറയ്ക്കപ്പെടുകയാണ്. ഇവിടെ ചില പ്രത്യേക വാർത്തകൾ മാത്രമേ. അല്ല, അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിന്റെ അടുത്ത സിനിമയിൽ കഥാപാത്രമാകാൻ സാധ്യതയുള്ളത് ആ വെടിയേറ്റ് മരിച്ച ഇജാസ് അഹമ്മദ് ആയിരിക്കും. കാരണം ഇജാസ് അഹമ്മദിനെ ഈ എന്താ പറയേണ്ട, മോദിയുടെ പോലീസ് വെടിവെച്ചു കൊന്നു, കേന്ദ്രസേന വെടിവെച്ചു കൊന്നു. ഇജാസ് അഹമ്മദിൻ്റെ ബന്ധുക്കൾ പ്രതികാരവുമായിട്ട് വരുന്നു. ഇതായിരിക്കും അടുത്ത എമ്പുരാൻ്റെ മൂന്നാമത്തെ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ഈ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ബംഗാളിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് അവിടെ ഈ കൊലപാതക സംഭവങ്ങൾ ഉൾപ്പെടെ നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി തെളിവെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബംഗാൾ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പലപ്പോഴും ബംഗാൾ പോലീസ് കാഴ്ചക്കാരായി, ഈ അക്രമം നടക്കുമ്പോൾ കയ്യും കെട്ടി കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പറയുന്നത്. അത് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക് കനുങ്കോ ആണ് ഇക്കാര്യം മാധ്യമങ്ങളോടും മറ്റും സംസാരിച്ചത്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ബംഗാൾ പോലീസ് വളരെ നിഷ്ക്രിയമായിരുന്നു. അക്രമം നടക്കട്ടെ, സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടട്ടെ, പീഡിപ്പിക്കപ്പെടട്ടെ, ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാനില്ല എന്ന മട്ടിൽ കയ്യും കെട്ടി കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അവസാനം കേന്ദ്ര സേന ഇറങ്ങിയതുകൊണ്ടാണ് അക്രമം അടിച്ചമർത്താനും ഇത്രയെങ്കിലും ആൾക്കാരെ ആപത്തിൽ നിന്ന് അവരുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചത് എന്നാണ് ഈ നമ്മുടെ പ്രിയങ്ക കനുങ്കോ പറയുന്നത്. എന്തായാലും അവർ ഇപ്പോൾ പോലീസിനോട്, DGP-യോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്ന് മാത്രമല്ല, പോലീസ് അക്രമത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പോലും ഈ പരാതി ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പറയുന്നത്. എന്തായാലും ബംഗാളിലെ സംഭവങ്ങൾ വളരെ ജാഗ്രതയോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. അമിത്ഷാ
ശക്തമായ നടപടിയെടുക്കാൻ മമതയോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. നടപടി എടുത്തില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം വളരെ മോശമായിരിക്കുമെന്ന മുന്നറിയിപ്പും അമിത്ഷാ നൽകിയിട്ടുണ്ട്.